Hi all, today my topic cryptography. The basic or the core concept of cryptography means protection of data. So next I will discuss some definitions of cryptography. So different definitions made in cryptography. Cryptography is a way of information by tuning it into some secret codes, and also the cryptography is an art and science of keeping informations secret and secure. This cryptography, the word comes from Greek word crypto and graphy. The prefix of crypto means is a hidden or secret, and next comes suffix the graphy. Graphy means is a writing, and again we have one more definitions regarding this. The cryptography is the science of writing secret code, and also I am discuss about some important features of this cryptography. Cryptography has some important features are data confidentiality, data integrity, and authentication, and some more important features are there on non-repudiation, etc. So first of all, confidentiality എന്ന് നമ്മൾ മീൻ ചെയ്യുന്നത് രഹസ്യാത്മകത എന്ന് പറയും. അതായത് നമ്മൾ രണ്ട് പേർ, എൻ്റെ സുഹൃത്തും ഞാൻ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സീക്രസി, അതായത് തേർഡ് പേഴ്സൺ അത് അറിയാതിരിക്കുക, അതാണ് നമ്മൾ കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ ഒരു എൻ്റെ സുഹൃത്തിന് ഞാൻ ഒരു ട്രാൻസാക്ഷൻ ഒരു 100 രൂപ ട്രാൻസാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് സുഹൃത്തിന് എത്തുമ്പോഴും ആ 100 രൂപ തന്നെ ആയിരിക്കാം. ഞാൻ 100 രൂപ അയക്കുന്നു, എൻ്റെ സുഹൃത്തിന് 10 രൂപ എത്തുന്നെങ്കിൽ അവിടെ ഇൻറ്റഗ്രിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നു. ഇതൊക്കെ നമുക്ക് ഈ ക്രിപ്റ്റോഗ്രഫി എന്ന ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ആളുടെ ഒരു പ്രൂഫാണ്, ഐഡൻറ്റിറ്റി പ്രൂഫ്. ദാറ്റ് മീൻസ് ഓതൻറ്റിക്കേഷൻ. ദിസ് ക്യാൻ ബി ഡൺ ബൈ ദിസ് ക്രിപ്റ്റോഗ്രാഫിക് ടെക്നിക്സ്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് we have before this diagram, cryptographic diagram, I will explain some terms like plain text, ciphertext, encryption, decryption and key. നമ്മൾ സാധാരണ ഒരു നമ്മുടെ ഒരു എന്താണ് ബിലോങ്ങിങ്സ് കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ബോക്സ് ഉണ്ടാവും, ആ ബോക്സിൽ വെച്ചിട്ട് അതൊരു കീ ഉണ്ടാവും, നമ്മൾ അടച്ചു വെക്കുന്നു. അതേ ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഒരു നമുക്ക് കീ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം പ്ലെയിൻ ടെക്സ്റ്റ് എന്താണെന്ന് നമ്മൾ ആദ്യം പറയാം. പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ, ദാറ്റ് ഈസ് ഇത് റീഡബിൾ അല്ലെങ്കിൽ ഒറിജിനൽ മെസ്സേജ് ആണ്. നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ ഹലോ എന്ന് പറയുന്നത്, ഹലോ നമുക്കൊക്കെ അറിയാം. അതായത് ഒന്നുകിൽ നമ്മൾ ഒരാളെ അഭിസംബോധന ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. അതാണ് ഹലോ എന്ന് മനസ്സിലാവും അല്ലേ? ഒരു മീനിങ് ഉണ്ട്, ഒരു റീഡബിൾ ആണ്, ഒരു ഇൻ്റലിജിബിൾ ആണ്. നെക്സ്റ്റ് ഈ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഓപ്പോസിറ്റ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇവിടെ റീഡബിൾ ആയിരുന്നു, ഇവിടെ അൺറീഡബിൾ ആണ്. അതിൽ ഹെലോയ്ക്ക് ഞാൻ കറസ്പോണ്ടിങ് ആയിട്ടൊരു സൈഫറാണ് KHOOR. എന്താണ്? ഒരു മീനിങ്ങും ഇല്ല, ഒന്നും മനസ്സിലാവാനില്ല. ദാറ്റ് ഈസ് സൈഫർ. നെക്സ്റ്റ് ഈസ് എൻക്രിപ്ഷൻ. അപ്പം പ്ലെയിൻ ടെക്സ്റ്റിനെ നമുക്ക് സൈഫർ എന്ന ആ ഒരു വിഭാഗത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എൻക്രിപ്ഷൻ. ഈ എൻക്രിപ്ഷൻ എന്ന് പറയുന്നാൽ നമുക്ക് എൻക്രിപ്ഷൻ അൽഗോരിതം ഉണ്ടാവും. ആ എൻക്രിപ്ഷൻ അൽഗോരിതത്തിൻ്റെ ഉപയോഗത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു എൻക്രിപ്ഷൻ അൽഗോരിതവും ഈ കീയും കൂടെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സൈഫർ എന്ന മോഡലിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു മൂന്നാമത് ഒരു പാർട്ടിക്ക് അത് മനസ്സിലാകുന്നില്ല. ദെൻ ഡിക്രിപ്ഷൻ. നമ്മളിപ്പം പ്ലെയിൻ ടെക്സ്റ്റ് ടു സൈഫർ എന്ന കൺവേർഷന് വേണ്ടിയിട്ട് എൻക്രിപ്ഷൻ ടെക്നിക്ക് ഉപയോഗിച്ചു. അതുപോലെ തന്നെ നമ്മൾ സൈഫർ ആക്കിയ ടെക്സ്റ്റ് നമ്മുടെ ഇൻറ്റൻറ്റഡ് യൂസറിന് അറിയണമെങ്കിൽ ഈ സൈഫറിനെ പ്ലെയിൻ ടെക്സ്റ്റ് ആക്കി മാറ്റുകയും വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിക്രിപ്ഷൻ എന്ന പ്രോസസ്സ് യൂസ് ചെയ്യണം. അവിടെ നമ്മൾ ഡിക്രിപ്ഷൻ അൽഗോരിതവും ഈ കീയും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സൈഫറായി എന്ന ടെക്സ്റ്റിനെ നമ്മൾ നേരെ പ്ലെയിൻ ടെക്സ്റ്റ് ആക്കി മാറ്റുന്നു. അപ്പം നമ്മളുടെ ഇൻറ്റൻറ്റഡ് യൂസറിന് നമ്മൾ അയച്ച മെസ്സേജ് മനസ്സിലാവുന്നു. അങ്ങനെ നമ്മൾ രണ്ട് പാർട്ടികൾക്കും മാത്രമായിട്ടത് എന്ത് ചെയ്യുന്നു? മനസ്സിലാകുന്നു. അങ്ങനെ നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റിയും പോലുള്ള കാര്യങ്ങൾ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്നു. ദെൻ നെക്സ്റ്റ് ക്രിപ്റ്റോഗ്രഫിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ഡേ ടു ഡേ യൂസ് ചെയ്യുന്ന ചില ചാറ്റ് ആപ്പുകൾ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്സാപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്നൊക്കെ. അതുപോലെ തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. ഇതൊക്കെയാണ് ഈ ടോപ്പിക്കിൽ വരുന്ന ആപ്ലിക്കേഷൻസ്. താങ്ക് യു.